ഹലോ മൈ ഡിയേഴ്സ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് നടക്കാതിരിക്കുന്നുണ്ടോ? ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ജോലിയായിരിക്കാം, ചിലപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. നിങ്ങൾ ഒരുപാട് നാളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഇതെന്തുകൊണ്ടാണ് എനിക്ക് നടക്കാത്തതെന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളതൊരു റിജക്ഷനായിട്ട് കാണുന്നത് ചിലപ്പോൾ അതൊരു റീഡയറക്ഷൻ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളൊരു ഡോർ തുറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലമായിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ അത് വീണ്ടും അടഞ്ഞുകൊണ്ടേയിരിക്കും. അതിനെ നിങ്ങളൊരു ഫെയിലറായിട്ടായിരിക്കും കാണുന്നത്. പക്ഷേ ആ ഒരു ക്ലോസ്ഡ് ഡോർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സ് പലപ്പോഴും തരുന്നൊരു സൈൻ ആയിരിക്കും. ചില ഹിൻറ്റുകൾ, ചില കാര്യങ്ങൾ, ചില വാക്കുകളായോ ചില പ്രവർത്തികളായോ ചില ഉത്തരങ്ങളായോ ഒക്കെ പ്രപഞ്ചം നിങ്ങൾക്ക് തരാറുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ പോകേണ്ട വഴി, പോകേണ്ട വാതിൽ അതല്ലെന്നാണ് യൂണിവേഴ്സ് നിങ്ങൾ പറയുന്ന ഒരു ഹിൻറ്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഡിസപ്പോയിൻറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന സൈൻസ് എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് ഒരു വിഷയം കൈകാര്യം ചെയ്യേണ്ടത്, നിങ്ങളെ എങ്ങോട്ടേക്കാണ് റീഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എങ്ങോട്ടേക്ക് പോകണമെന്നാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സോ അവസാനമായിട്ട് നമ്മൾ നോക്കുന്നത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഈ സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു റീഡിംഗ് ആണ് നമ്മളിന്ന് ചോദിക്കുന്നത്. അതായത് യൂണിവേഴ്സ് ഒരിക്കലും നിങ്ങളെ ശിക്ഷിക്കുകയല്ല. നിങ്ങളൊരു ശിക്ഷയായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതങ്ങനെയല്ല. നിങ്ങൾ ചോദിച്ചതിനേക്കാൾ നല്ല ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ റീഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പലപ്പോഴും നിങ്ങളുടെ ആ ഒരു റീഡയറക്ഷൻ പാത്ത് കാണാതെ പോകുന്നതാണ് പ്രശ്നം. സോ എന്തിലേക്കാണ് നിങ്ങൾ ഇനി പോവേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ടാരോട് ചോദിച്ച് നോക്കാം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഇപ്പോൾ ഡിസപ്പോയിൻ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങളെ എങ്ങോട്ടേക്കാണ് പ്രപഞ്ചം നയിക്കാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, Chara, please guide me. Divine Spirit, please guide me for this reading. സോ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡിസപ്പോയിൻറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന, നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിരാശകൾ വരുന്ന, നിങ്ങൾക്ക് മുന്നോട്ട് ഹോപ്പ് ഇല്ലാതെ ഇരിക്കുന്ന കാര്യം എന്താണ് എന്ന് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഡിസപ്പോയിൻറ്റഡ് ആക്കിയിട്ടുള്ള കാര്യം എന്താണ്? ഓക്കെ, നിങ്ങളെ എന്ത് മനസ്സിലാക്കി തരണം, അല്ലെങ്കിൽ നിങ്ങളെ എന്ത് കാണിച്ചു തരണമെന്നാണ് പ്രപഞ്ചം ആഗ്രഹിക്കുന്നത്? നിങ്ങൾ എന്ത് കാണിച്ചു തരണം എന്നാണ് പ്രപഞ്ചം ആഗ്രഹിക്കുന്നത് നോക്കാം. ചിലപ്പോൾ ഒരു ബന്ധത്തെക്കുറിച്ചായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കാം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ലായിരിക്കാം ചിലപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. എന്താണെന്ന് നോക്കാം. ഓക്കെ, ആൻഡ് മൂന്നാമതായിട്ട് നമുക്ക് നോക്കേണ്ടത്, എന്തുകൊണ്ടാണ് നിങ്ങൾ വിചാരിച്ച രീതിയിൽ ആ ഒരു കാര്യം നടക്കാത്തത്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച രീതിയിലേക്കല്ലാതെ കാര്യങ്ങൾ പോകുന്നത് എന്തുകൊണ്ടാണ് നോക്കാം. നിങ്ങളുടെ പ്ലാൻ അനുസരിച്ചായിരിക്കില്ല ഈ ഒരു കാര്യം പോകുന്നത്, എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇനി നിങ്ങളെ എന്തിൽ നിന്നാണ് ഒന്ന് മാറ്റിവിടാൻ വേണ്ടി പ്രപഞ്ചം ശ്രമിക്കുന്നത്? യൂണിവേഴ്സ് എന്തിൽ നിന്നാണ് നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു റീഡയറക്ഷൻ തന്നുകൊണ്ടിരിക്കുന്നത് നോക്കാം. എന്ത് കാര്യത്തിൽ നിന്നാണ് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു കാർഡ് വന്നിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ എങ്ങോട്ടേക്കാണ് റീഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതാണ് നമ്മളുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ലൈഫിൽ നിങ്ങളെ എങ്ങോട്ടേക്കാണ് റീഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കാം. ഈ കാര്യത്തിൽ നിന്ന് റീഡയറക്റ്റ് ചെയ്ത് എങ്ങോട്ടേക്കാണ് നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നോക്കാം. ഓക്കെ, കാർഡ് നമ്പർ 5. നിങ്ങൾക്ക് ചിലപ്പോൾ ചില സൈൻസ് കിട്ടുന്നുണ്ടായിരിക്കും, അതായത് ചില ഹിൻറ്റുകൾ, ചില സൂചനകൾ, ചില അടയാളങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരിക്കാം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൈൻസ്, നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സോ നിങ്ങളിപ്പോൾ ചില കാര്യങ്ങൾ നിർത്തി വെക്കേണ്ടതുണ്ടാകും. അതായത് നിങ്ങൾക്കൊരു റീഡയറക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളും ചിലപ്പോൾ നിർത്തി വെക്കേണ്ടതുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിപ്പോൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം, നിർത്തേണ്ടതായിട്ടുള്ള കാര്യം എന്താണെന്ന് നോക്കാം. നിങ്ങളിപ്പോൾ നിർത്തേണ്ടതായിട്ടുള്ള കാര്യം എന്താണ്? ഓക്കെ, ആൻഡ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്താണ്? അതൊരു അഡ്വൈസാണ്, യൂണിവേഴ്സിൻ്റെ മെസ്സേജാണ്. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് നോക്കാം. ഓക്കെ, നിങ്ങളിപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് 2 കാർഡ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കിനി കാർഡ്സ് ഒന്ന് റിവീൽ ചെയ്ത് നോക്കാം. നിങ്ങളിപ്പോൾ ഡിസപ്പോയിൻറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന, നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്താണ്? 6 ഓഫ് കപ്സ്. ഓക്കെ, ആൻഡ് നിങ്ങൾ എന്താണെന്ന് യൂണിവേഴ്സ് കാണിച്ചു തരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കാം. ദ സൺ എന്ന് പറയുന്നൊരു കാർഡാണ്. ഓക്കെ, സോ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. ആ ഒരു കാർഡ്, ഈ ഒരു ഉത്തരം നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര കൺവിൻസിങ് ആയിരിക്കും. ഓക്കെ, 7 ഓഫ് സോർട്സിൻ്റെ ഒരു കാർഡാണ്. വെരി ഗുഡ്. ആൻഡ്
നിങ്ങളെ എങ്ങോട്ടേക്കാണ് അല്ലെങ്കിൽ എന്തിൽ നിന്നാണ് റീഡയറക്റ്റ് ചെയ്യുന്നത് നോക്കാം. നിങ്ങളെ എന്തിൽ നിന്നാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്? 4 ഓഫ് കപ്സ് ആണ്, റൈറ്റ്. ആൻഡ് നിങ്ങൾ എങ്ങോട്ടേക്കാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്? ഓക്കെ, നിങ്ങൾ എങ്ങോട്ടേക്കാണ് റീഡയറക്റ്റ് ചെയ്യുന്നത് നോക്കിയാൽ ഡബിൾ കാർഡാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഓൾ റൈറ്റ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ശരിയായിട്ടുള്ള ഡയറക്ഷനിലാണ് എന്നറിയിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചില സൂചനകൾ തരുന്നുണ്ടാവും. ഓക്കെ, ചില സൂചനകൾ നിങ്ങൾക്ക് തരുന്നുണ്ടാവും. അതെന്താണെന്ന് നോക്കാം. 5 ഓഫ് കപ്സ് ആണ് തന്നിട്ടുള്ളത്. നിങ്ങളിപ്പോൾ നിർത്തേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. ദ ഹെർമിറ്റ് ആണ്. ആൻഡ് നിങ്ങളുടെ എന്ത് ചെയ്യണം നോക്കുമ്പോൾ ദ ഹൈ പ്രീസ്റ്റസ് ആൻഡ് 6 ഓഫ് വോൺസ് എനർജിയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് എംപറർ എന്ന് പറയുന്ന ഈ ഒരു കാർഡാണ്. സോ നമുക്കിതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് പറയുന്നത് ആക്ച്വലി ഇവിടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹിഡൻ എനർജിയാണുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചർ, ഒരു കൺട്രോൾ, ഒരു അതോറിറ്റി, ഒരു ലോങ് ടേം പ്ലാനിങ്, അതിനെയൊക്കെ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും സ്റ്റക്കായിരിക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന റിസൾട്ട് എനിക്ക് കിട്ടാത്തത് എന്തുകൊണ്ടാണെന്നൊക്കെ. സോ ഇതിന് പുറകിൽ നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് കുറേ കൂടി സ്റ്റെബിലിറ്റിയുള്ള, അല്ലെങ്കിൽ അതോറിറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ചില ആളുകൾക്ക് പലപ്പോഴും തോന്നാം ഒരു അതോറിറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബോസ്, അല്ലെങ്കിൽ ഒരു ഫാദർ ഫിഗർ ആയിട്ടുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള ആരെങ്കിലും, സീനിയർ പേഴ്സൺ, എന്തെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, പക്ഷെ നമ്മൾ കുറച്ചുകൂടി ഡീപ്പറായിട്ട് പോവുകയാണെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെയധികം സ്റ്റെബിലിറ്റി ഉള്ളൊരു സിറ്റുവേഷൻ ഓൾറെഡി പ്രപഞ്ചം തീരുമാനിച്ചിരിക്കുമ്പോൾ നിങ്ങളങ്ങനെ ചുറ്റുമുള്ള കാര്യങ്ങളെ ഓർത്തിട്ട് വറീഡ് ആവേണ്ടതുണ്ടോ? ആക്ച്വലി അങ്ങനെയുള്ളൊരു കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, സോ നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ ഓൾറെഡി തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷേ യൂണിവേഴ്സ് അതിനു വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റൂട്ടാണ്. സോ ഇവിടെ ചില ഡിലേ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഒരു ഡിലേ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഇനി ആ ഒരു കാര്യം നടക്കില്ലെന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു കാര്യവും നടക്കില്ലെന്നോ അല്ല. പക്ഷേ അതിന് വേറൊരു റൂട്ടാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ലൈഫ്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ നടക്കാൻ മറ്റെന്തോ കാര്യമാണ് യൂണിവേഴ്സ് തീരുമാനിച്ചിരിക്കുന്നത്. സോ ആ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം സ്റ്റെബിലിറ്റി തരുന്നൊരു കാര്യമായിരിക്കും. ഓക്കെ, സോ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് 6 ഓഫ് കപ്സിൻ്റെ ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഒരു വളരെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാർഡാണിത്, അല്ലേ? സോ നിങ്ങളുടെ പാസ്റ്റുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തോ ഒരു കാര്യം വളരെ ശക്തമായിട്ട് നിങ്ങളിൽ പലരെയും ഹോണ്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് നിങ്ങളെ നിരാശപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ പലരും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. മേ ബി അത് പാസ്റ്റിലുള്ള ചില ആൾക്കാർ തിരിച്ചു വരും എന്ന് വിചാരിച്ചായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഒരു ഓൾഡ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. വൺസ് അത് നല്ലതുപോയ കാര്യമായിരിക്കാം, പക്ഷേ അത് തിരിച്ചു വരാനുള്ളൊരു ചാൻസ് ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്ക് എപ്പോഴോ നഷ്ടമായി പോയ ഒരു ഓപ്പർച്യൂണിറ്റി, അതുപോലെ ഒരു കാര്യം ഇനി വരുന്നില്ല എന്നോർത്തിട്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ജീവിച്ചിരുന്ന സാഹചര്യം പോലെ ഇപ്പോൾ ജീവിക്കാൻ പറ്റുന്നില്ല എന്നോർത്തിട്ടായിരിക്കാം. വൺസ് നിങ്ങൾ വളരെയധികം ഫ്രീഡത്തോടെ, വളരെ സമാധാനത്തോടെ ജീവിച്ചൊരു വ്യക്തിയാണെങ്കിൽ ആ ഒരു എനർജിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്നില്ല എന്നുള്ളതായിരിക്കും നിങ്ങളുടെ വലിയൊരു പ്രശ്നം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ വേണ്ട ഒരു എക്സ്പീരിയൻസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലൈഫിൽ കിട്ടുന്നില്ല എന്നുള്ളതായിരിക്കാം. ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ നൊസ്റ്റാൾജിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വളരെ സ്ട്രോങ് ഫീലിംഗ് ആണ്. ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ട്രോങ് ഫീലിംഗ് ആണ്. പല ആൾക്കാരും എപ്പോഴും നിങ്ങളുടെ പ്രസൻറ്റ് ലൈഫും നിങ്ങളുടെ പാസ്റ്റ് ലൈഫും തമ്മിൽ ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. മുമ്പ് എല്ലാം വളരെ നല്ലതായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു എൻ്റെ ലൈഫ്, ആ ഒരു രീതിയിൽ ഇനി എങ്ങനെ എത്തും, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ആ ലൈഫിലേക്ക് ഇനി എത്തുമോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. സോ നിങ്ങൾ കുറേ കാലമായിട്ട് സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ച് ചിന്തിപ്പിക്കുന്നത്, നിങ്ങളുടെ ഒരു നല്ല ടൈം ഉണ്ടായിരുന്നതിനെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നത്. ഓക്കെ, ചില ആളുകൾക്ക് ഇതൊരു വ്യക്തിയായിരിക്കാം. ഓക്കെ, ഈ കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം.
ഓക്കെ. സോ ഈ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, ചിലപ്പോൾ നിങ്ങളുടെ പഴയ ഒരു ലൈഫ് സ്റ്റൈലിലേക്കുള്ളൊരു തിരിച്ചു പോക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ഒരു നിങ്ങൾ വൺസ് ഇഷ്ടപ്പെട്ട ഒരു കരിയറിലേക്കുള്ളൊരു തിരിച്ചു പോക്ക്, അതിനേക്കാൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ്, നിങ്ങളുടെ ഇപ്പോഴത്തെ ക്യാരക്ടർ തന്നെ ഡിഫറെൻ്റ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഒരു കോൺഫിഡൻസ്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഓപ്പർച്യൂണിറ്റീസ്, എനിക്ക് എന്തുകൊണ്ട് ആ ഒരു പഴയ എന്നിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ചോദ്യം നിങ്ങളെ വളരെയധികം നിരാശപ്പെടുത്തുന്നുണ്ടായിരിക്കാം. ഓക്കെ, പക്ഷെ നിങ്ങൾ പലർക്കും അറിയാം, ഓൾറെഡി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അതിനെക്കുറിച്ച് നിങ്ങൾ അവെയറാണ്, പക്ഷേ എപ്പോഴും നിങ്ങൾ ആ ഒരു പാസ്റ്റ് എനർജിയിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഇനി ഫ്യൂച്ചറിൽ ആ ഒരു പാസ്റ്റ് എനർജി കൊണ്ടെത്തിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്ക് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ പ്രപഞ്ചം നിങ്ങളോട് സംതിങ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത കാർഡ് നമ്മളോട് പറയുന്നത്. യൂണിവേഴ്സ് നിങ്ങളോട് മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ഒരു മേജർ അർക്കാന കാർഡാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്ത് കാര്യമാണ് പ്രപഞ്ചം പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് മുന്നിലുള്ളത് എന്താണെന്ന് നിങ്ങളൊന്ന് നോക്കുക. നിങ്ങളുടെ കൺമുന്നിൽ എന്താണുള്ളതെന്ന് നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, ഈ സൺ കാർഡ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു ക്ലാരിറ്റി, ട്രൂത്ത്, ഹാപ്പിനെസ്, വിസിബിലിറ്റി, കോൺഫിഡൻസ്, ഇതൊക്കെ തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേഴ്സൺ ആവാനുള്ള എല്ലാ ചാൻസും നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്. ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആവാൻ, അതായത് നല്ലത് നടക്കുമെന്ന് വിശ്വസിച്ച് ജീവിക്കാനുള്ള ഒരു വ്യക്തി ആവാനുള്ള ചാൻസുകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ഓക്കെ, കുറേ പോസിറ്റീവ് ഡെവലപ്മെൻറ്റ്സ് നിങ്ങൾക്ക് ചുറ്റും നടക്കുന്നുണ്ട്. നിങ്ങൾ പല കാര്യങ്ങളും ഇമോഷണലി ചിന്തിക്കുന്നത് കൊണ്ട് പലതും നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ്, നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളിൽ പലരും നിങ്ങളുടെ മുന്നിൽ അടഞ്ഞു കിടക്കുന്ന ആ ഒരു വാതിലിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ചുറ്റും തുറന്നു കിടക്കുന്ന വാതിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൺലൈറ്റ് എത്തിക്കൊണ്ടിരിക്കുന്നത് എവിടെയോ തുറന്നു കിടക്കുന്ന ഒരു വാതിലിലൂടെയാണ്. അതേതാണെന്ന് നിങ്ങൾ കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. ചില ആളുകൾക്ക് ഈ ഒരു സമയം യൂണിവേഴ്സ് നിങ്ങൾ ചില വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നടന്ന ഒരു സിറ്റുവേഷൻ്റെ സത്യം എന്താണെന്ന് അറിയിച്ചു തരാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് ചില വ്യക്തികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ റിയലായിട്ട് നിങ്ങൾ അറിയണം എന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുന്ന ആ ഒരു നിമിഷം നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അത് നിങ്ങൾ വിചാരിച്ച രീതിയിൽ നടക്കാഞ്ഞത് എന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് വളരെ ജോയ്ഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ലൈഫിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ വിചാരിച്ച രീതിയിൽ അല്ലാതെ കാര്യങ്ങൾ നടന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച രീതിയിൽ നടക്കാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ 7 ഓഫ് സോർഡ്സിൻ്റെ ഒരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ ഒരു റെസിസ്റ്റൻസ് തന്നെയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്കുള്ളതല്ലായിരുന്നു ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു കാര്യം നടക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചപ്പോൾ അവിടെ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായിട്ടുണ്ട്, ബൗണ്ടറീസ് ഉണ്ട്, നിങ്ങൾക്ക് അവിടെ കോമ്പറ്റീഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളെ ഒപ്പോസ് ചെയ്യുന്ന ഒരുപാട് എനർജീസ് ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല ബിട്രയലിൻ്റെ ഒരു കാർഡ് കൂടിയാണ്, ഒരു ചതിയാണ്. ചിലപ്പോൾ നിങ്ങൾ അറിയാതെ പോലും, മേ ബി നിങ്ങളുടെ കൂടെ നിന്നൊരു വ്യക്തിയായിരിക്കാം, പിന്നിൽ നിന്നുള്ള ഒരു കുത്ത് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കാം. അപ്രതീക്ഷിതമായിട്ട് ചിലപ്പോൾ നടന്നിട്ടും ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും ഈ ഒരു വ്യക്തി ഇങ്ങനെ ഒരു ഇതാണ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ നിന്നും ഇങ്ങനെ ഒരു കാര്യം കിട്ടും, എങ്കിൽ പോലും നിങ്ങൾ അവിടെ തുടർന്നിട്ടുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും ചിലപ്പോൾ ഒരു കാര്യം നടത്തേണ്ടി വരിക. കാരണം നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ വളരെ സ്ട്രോങ് ആയി ഒപ്പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആളായിരിക്കും ഓടി രക്ഷപ്പെടുക ഫസ്റ്റ്, നിങ്ങളെ നോക്കാതെ. ഓക്കെ, സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു കാര്യം കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് അധികം മെനക്കെടേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അത്രയും ഫൈറ്റ് ചെയ്യേണ്ടി വരികയാണ് ഈ ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ട്. സോ നിങ്ങളെ വളരെ ശക്തമായിട്ട് നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. സോ ഇവിടെ ഒരു ബിട്രയൽ എനർജി നമുക്ക് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് തന്നെ ചില റിലേഷൻഷിപ്പുകളിലൊക്കെ നിങ്ങൾക്കൊരു ചതി ഫീൽ ചെയ്തെന്നിരിക്കാം. കരിയർ വൈസ് ആണെങ്കിലും ശരി ഒക്കെ നിങ്ങൾക്കൊരു ചതി ഫീൽ ചെയ്തിരിക്കും. നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ ആൾക്കാരും നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾക്ക് ബിലീവ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാവില്ല. ഓക്കെ, സോ നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്നും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഒരു കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമാണ്. സോ നിങ്ങൾ ഇപ്പോൾ ആരുടെയെങ്കിലും ശ്രദ്ധ നേടാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ,
നിങ്ങളെ ഒന്ന് മനസ്സിലാക്കണം, മറ്റുള്ളവരൊന്ന് മനസ്സിലാക്കണം എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പബ്ലിക്കലി നിങ്ങളെ ആൾക്കാർ അറിയണം എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നിങ്ങൾ വല്ലാതെ കോമ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ ഒരു സെൽഫ് വർത്ത് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഒരുപാട് ടൈം എടുത്തത് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. ഇത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല. ചിലപ്പോൾ നിങ്ങൾക്കെതിരെ ഒരാൾ ബിഹേവ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെക്കെതിരെയുള്ള ഒരാളുടെ പെരുമാറ്റം ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരിക്കും. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ ഒരു ഒബ്സ്റ്റക്കിൾ നിങ്ങൾ ഇവിടുന്ന് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മേ ബി നിങ്ങൾക്കുള്ള പാത്ത് ആയിരിക്കില്ല ഇത്. ഈ ഒരു ഒബ്സ്റ്റക്കിൾ അവിടെ ഉള്ളത് കൊണ്ടായിരിക്കാം നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു കരിയർ പാത്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് വേറൊരെണ്ണം ചൂസ് ചെയ്ത് പോകാൻ പറ്റുന്നത്. ഓക്കെ, സോ നിങ്ങളിത് ഓവർകം ചെയ്യണം. യൂണിവേഴ്സ് ഇത് എടുത്ത് മാറ്റാൻ വേണ്ടി പോകുന്നത് നിങ്ങളിത് ഓവർകം ചെയ്യേണ്ട ഒരു കാര്യമായിരിക്കും. ഓക്കെ, നിങ്ങൾ ആ ഒരു യുദ്ധത്തിൽ നിങ്ങൾ പങ്കെടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ സ്പേസ് അതല്ല. സോ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വിചാരിക്കാത്ത രീതിയിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എന്നുള്ളൊരു എനർജി അവിടെയുണ്ട്, അതായത് നിങ്ങൾക്കുള്ളതല്ല എന്നുള്ളൊരു എനർജി അവിടെയുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സ്ഥലത്ത് അധികം നിൽക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ എന്ത് കാര്യത്തിൽ നിന്നാണ് റീഡയറക്റ്റ് ചെയ്യുന്നത് നോക്കിയപ്പോൾ നമുക്ക് 4 ഓഫ് കപ്സിൻ്റെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. സോ ഇതും എഗെയിൻ നമ്മളോട് പറയുന്ന ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെ, ഒരു ഇമോഷണൽ എനർജിയെക്കുറിച്ച് തന്നെയാണ്. ഓക്കെ, ഡിസ്സാറ്റിസ്ഫാക്ഷൻ, അതായത് നിങ്ങളിപ്പോൾ ആ ചെയ്യുന്ന എഫേർട്ട് ഇടുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, അതിലേക്ക് നിങ്ങൾക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല, എന്നിട്ടും നിങ്ങളതിൽ എങ്ങനെയോ തുടരാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇമോഷണൽ സ്റ്റാഗ്നേഷൻ ഉണ്ട് അവിടെ. അതിൽ നിന്നാണ് നിങ്ങളെ റീഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇതിൽ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഇതല്ല വേണ്ടത്, മറ്റൊന്നാണ് എന്ന് നിങ്ങളെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണുള്ളത്. ഈ ഒരു കാർഡ് ശരിക്കും പറഞ്ഞാൽ സൺ കാർഡുമായിട്ട് വളരെയധികം കണക്ഷൻ ഉള്ളൊരു കാർഡാണെന്ന് നമുക്ക് പറയാം. പ്രധാനമായിട്ടും നിങ്ങളെ യൂണിവേഴ്സ് റീഡയറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു സ്പെസിഫിക് ഔട്ട്കം വെയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിരാശ വരുന്ന ചില കാര്യങ്ങൾ, ഇമോഷണലി നിങ്ങളെ നിരാശപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, നിങ്ങൾ ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ഒരു സ്റ്റക്ക് എനർജി അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് റീഡയറക്റ്റ് ചെയ്യണം എന്ന് പ്രപഞ്ചം ആഗ്രഹിക്കുന്നുണ്ട്. സോ അവിടെ ഒരു സ്ട്രോങ് നോ തന്നെയാണ് എപ്പോഴും പറയുന്നത് കേട്ടോ. സോ ചില ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് നല്ലതല്ലെങ്കിൽ അതിൽ നിന്നും നിങ്ങളെ റീഡയറക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. സോ നിങ്ങൾ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് പ്രപഞ്ചത്തിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അല്ലാതെ നിരാശയുള്ളൊരു കാര്യമായിരിക്കില്ല ഭാവിയിൽ നിങ്ങൾക്ക് വരിക. അപ്പോൾ നിങ്ങളിപ്പോൾ നിരാശപ്പെടുന്ന കാര്യം ഭാവിയിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്നതായിരിക്കും. പക്ഷെ നിങ്ങളിപ്പോൾ സന്തോഷം അതുകൊണ്ടേ കിട്ടുള്ളൂ എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് നിരാശ തരുന്നതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് ഒഴിവാകുന്നത്. ഓക്കെ, സോ നിങ്ങൾ റീഡയറക്റ്റ് ചെയ്യപ്പെടുന്ന എങ്ങോട്ടേക്കാണെന്ന് നോക്കുമ്പോൾ ആക്ച്വലി നമുക്കിത് കാണുമ്പോൾ പെട്ടെന്ന് ഒരു ഡെവിൾ കാർഡ് കാണുമ്പോൾ നമുക്ക് സംതിങ് ബാഡ് എന്ന് തോന്നാം. പക്ഷേ ആക്ച്വലി നിങ്ങളുടെ ഒരു സ്ട്രോങ് ഡിസയർ, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സക്സസ്, ഒരു മെറ്റീരിയൽ സക്സസ് ആയിരിക്കാം കേട്ടോ അത് ചിലപ്പോൾ. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു വീട്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ, അതായത് ഇമോഷൻ വൈസ് ഉള്ള സക്സസ് അല്ലെങ്കിൽ മെറ്റീരിയൽ സക്സസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഏരിയയിലേക്കായിരിക്കും നിങ്ങളുടെ ലൈഫ് പോകുന്നത്. സോ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ശരിക്കും വേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് അനലൈസ് ചെയ്ത് നോക്കണം. സോ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അത് പക്ഷേ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കരുത്. സോ ചില ആളുകൾക്കത് പണമായിരിക്കാം, ചിലപ്പോൾ കരിയർ അംബീഷൻ ആയിരിക്കും. നിങ്ങൾക്കൊരു വലിയൊരു സ്വപ്നം കാണി കരിയറിനെ കുറിച്ച്, ചിലപ്പോൾ ബിസിനസ്, ഞാൻ പറഞ്ഞതുപോലെ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻസ് ആയിരിക്കും, ചിലപ്പോൾ ചില ആൾക്കാരോടുള്ളൊരു സ്ട്രോങ് ഫിസിക്കൽ അട്രാക്ഷനും ആയിരിക്കാം. ഓക്കെ, ചില സമയത്ത് നിങ്ങൾ ചില ആൾക്കാരുമായിട്ടുള്ള ഒരു അൺഹെൽത്തി അറ്റാച്ച്മെൻറ്റ് ഒഴിവാക്കുന്നതായിരിക്കും. അതായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അതായത് നിങ്ങളെ തളച്ചിടുന്ന പോലെയുള്ള ചില റിലേഷൻഷിപ്പുകളാണെങ്കിൽ അതിൽ നിന്നായിരിക്കാം നിങ്ങൾക്കൊരു മോചനം വേണ്ടിയത്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആഗ്രഹം അതിലേക്കുള്ള ഒരു റീഡയറക്ഷൻ ആണെന്ന് പറയാം. ഇതിൽ കൂടുതലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരാനുള്ള ചാൻസുകളാണ് കൂടുതൽ കേട്ടോ. സോ നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് ഈ ഒരു കാർഡുമായിട്ട് ചേർത്ത് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള
ഒരു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ബിസിനസ്, അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർഷിപ്പ്, എന്തെങ്കിലും ഒരു വലിയ സംരംഭം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഉള്ള ഒരു താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലുള്ള ഒരു എനർജി നിങ്ങൾക്ക് വരാനുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ശരിയായിട്ടുള്ള വഴിയിലാണ് എന്ന് കാണിക്കാനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സൈൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഒന്നിൻ്റെ പുറകെ പോകുന്ന സമയത്ത് മേ ബി നിങ്ങൾക്ക് അവിടുന്ന് നിരാശ വന്നിരിക്കാം, നിങ്ങൾക്ക് അവിടുന്ന് ചീറ്റിംഗ് എനർജി വന്നിരിക്കാം. നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെ മേ ബി നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല നിങ്ങളോട് പെരുമാറുന്നത്. സോ അങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസുകളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്നുണ്ടാവാം. സോ ഈ ഒരു കാര്യം വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് പിൻവാങ്ങണം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറണം, ഒരു അവസാനിപ്പിക്കണം എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് പലപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സ്റ്റിൽ നിങ്ങളവിടെ പിടിച്ചു നിൽക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും അവിടുന്ന് മാറണം എന്നുള്ള ഒരു ചിന്തയായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു നിന്ന് പുറത്ത് കടക്കണം എന്നുള്ള ഒരു ചിന്തയായിരിക്കും. എങ്ങനെയൊക്കെ നിങ്ങൾ നിന്നാലും ഒരു ഡിസപ്പോയിൻമെൻറ്റ് നിങ്ങൾക്ക് അവിടെ നിന്നുണ്ടാവുന്നുണ്ടായിരിക്കും. സോ ഇതൊക്കെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന സയൻസ് ആണ്, ഹിൻ്റാണ്. ഓക്കെ, നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും നിരാശപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള നിരാശകൾ നിങ്ങളെ ചിന്തിപ്പിക്കുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടുന്ന് ഹിൻ്റായിട്ട് യൂണിവേഴ്സ് തന്നുകൊണ്ടിരിക്കുന്നത്. ചില സമയത്ത് നിങ്ങൾക്ക് തോന്നും എല്ലാം അവസാനിച്ചു എന്ന് തോന്നും, പക്ഷേ വീണ്ടും വീണ്ടും ആ ഒരു പാറ്റേണിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആക്ച്വലി നിങ്ങളിപ്പോൾ എല്ലാവരിൽ നിന്നും ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി ആയിരിക്കാം. അതായത് നിങ്ങളുടെ ചിന്തകളിലെങ്കിലും നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ നടക്കുന്നത്, എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പോലെ അല്ലല്ലോ എൻ്റേത് എന്നൊക്കെയുള്ള ഒരു ചിന്തകൾ. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോഴും നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങളുടെ ഉത്തരം തിരയരുത്, മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഉത്തരം തിരയരുത്. നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക, അവിടെയാണ് നിങ്ങളുടെ ഉത്തരങ്ങളുള്ളത്. ഓക്കെ, നിങ്ങളെപ്പോഴും ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കിട്ടാനായിട്ട് അതിലേക്ക് അഡിക്റ്റഡ് ആയിട്ട് ഇരിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്, അത് നിങ്ങൾ കേൾക്കാനൊന്ന് ശ്രമിക്കുക. ഞാൻ എപ്പോഴും ഒറ്റയ്ക്ക് മതിയല്ല, ഞാൻ എപ്പോഴും ഒറ്റയ്ക്കായിരിക്കും, അങ്ങനെയുള്ളൊരു ചിന്തകൾ നിങ്ങൾക്കിനി വേണ്ട. നിങ്ങൾ പുറത്തിറങ്ങി പ്രവർത്തിക്കേണ്ട സമയം ഓൾറെഡി ആയിട്ടുണ്ട്. സോ അതാണ് നിങ്ങളിവിടെ നിർത്തേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ, സോ നമുക്കിവിടെ 2 കാർഡ്സ് വന്നിട്ടുണ്ട്. സോ ഈ 2 കാർഡ്സ് നിങ്ങളോട് പറയുന്നതെന്ന് പറഞ്ഞൊരു എക്സലൻറ്റ് മെസ്സേജാണ്. കാര്യം നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം എന്നാണ് ഈ ഫസ്റ്റ് കാർഡ്, 6 ഓഫ് വോൺസിൻ്റെ കാർഡ് പറയുന്നത്. അതായത് നിങ്ങൾ പബ്ലിക് റെക്കഗ്നിഷൻ ഗെയിൻ ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്. നിങ്ങൾ പബ്ലിക്കിൻ്റെ മുന്നിൽ ഇറങ്ങി നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള ഒരു എനർജി സ്പ്രെഡ് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ചില ഇൻറ്റ്യൂഷൻസ് വരുന്നുണ്ട്, അതായത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച്. അത് നിങ്ങളെപ്പോഴും ഒഴിവാക്കരുത്. നിങ്ങൾ ഭാവിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു സീക്രസി എപ്പോഴും കീപ്പ് ചെയ്യുക. ഓക്കെ, എല്ലാ കാര്യങ്ങളും അനൗൺസ് ചെയ്യരുത്, അത് എല്ലാ കാര്യങ്ങളും പറയേണ്ട ആവശ്യമുള്ള കാര്യമല്ല. ഓക്കെ, നിങ്ങളുടെ ഓരോ തീരുമാനങ്ങളും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ വളരെ സമാധാനത്തോടെ ഇരിക്കുക, നിങ്ങൾ ഇൻറ്റ്യൂഷൻസിൽ വിശ്വസിക്കുക, നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, നിങ്ങൾ കേൾക്കുക, ദെൻ അതിനുശേഷം നിങ്ങളുടേതായിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. ഓക്കെ, നിങ്ങളുടെ റിസൾട്ട്സ് ആയിരിക്കണം നിങ്ങളുടെ ഉത്തരം. ഒരിക്കലും നിങ്ങൾ വായ കൊണ്ട് ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പോവാണെന്ന് പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് നിങ്ങളെ ഗൈഡ് ചെയ്തോളും. നിങ്ങൾ എല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്യണം ഒന്നും വിചാരിക്കേണ്ട, നിങ്ങളിൽ വിശ്വസിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എക്സ്റ്റേണൽ വാലിഡേഷൻ വേണ്ട എന്നുള്ളത് തന്നെയാണ്. മുന്നോട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പോവുക. ഓക്കെ, അപ്പം നിങ്ങളുടെ ഉത്തരങ്ങൾ, നിങ്ങളുടെ ഭാവി ലൈഫ് എല്ലാം നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളത് പടുത്തുയർത്തുക എന്നുള്ളൊരു കാര്യം മാത്രമേ നിങ്ങൾ ചെയ്യാനുള്ളൂ. ഇപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും നിരാശപ്പെടുന്നുണ്ടായിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് മുന്നിൽ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വരുന്ന ചിന്തകൾ കൊണ്ട് അത് ഇല്ലാതാക്കരുത്. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയേണ്ടതില്ല. ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇരിക്കണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത റീഡിങ്ങുമായിട്ട് കാണാം.